ഇനി അവാർഡ് ജേതാക്കളുടെ മറുപടി പ്രസംഗമാണ്. ആദ്യമായി സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളത്തിന്റെ അഭിമാനം ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ. നമസ്കാരം. വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന ആദരണീയരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം. മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത്. ഒരു കൗതുകം എന്തെന്നാൽ ശ്രീ ജെ സി ഡാനിയലിൻ്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ മുൻപിലത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ ജെ സി ഡാനിയലായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക്. അപ്പോൾ ആ ഒരു കൗതുകം കൂടി രസകരമായൊരു കൗതുകമായിട്ട് തോന്നി. ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത്. ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതിയും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ആ സിനിമയുടെ എല്ലാമായ ബ്ലെസ് ചേട്ടനാണ്. ബ്ലെസ് ചേട്ടൻ്റെ ഈ തപസ്, ഈ സിനിമ പൂർത്തീകരിച്ച് അദ്ദേഹം ഈ സിനിമ എങ്ങനെ എൻവിഷൻ ചെയ്തോ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ത്വര, അത് വരും തലമുറകൾക്ക് സിനിമയിലും അല്ലാതെയും ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയ ജൂറി മെമ്പേഴ്സിനും സിനിമാ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ശ്രീ പൃഥ്വിരാജ്, ശ്രീമതി ഉർവശി, ഷാജൻ കരുൺ സാർ, വളരെ ബഹുമാനരായിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളെ, ശ്രീ സുധീർ മിശ്ര അടക്കമുള്ളവർ, പ്രിയമുള്ളവരെ, സന്തോഷകരമായ ഈ വേദിയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ വളരെ സന്തോഷകരമായ മാതൃകാപരമായ ചടങ്ങാണ്. കേരളത്തിലെ കലാരംഗം, പ്രത്യേകിച്ച് സിനിമ, ഇന്ന് ദേശീയ തലത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിക്ക്. ആ കരഘോഷം നമുക്ക് ഒരിക്കൽ കൂടി മുഴക്കാം. 6ാം തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ശ്രീമതി ഉർവശിയെയാണ് സംസാരിക്കാനായി നമ്മളോട് സാദരം ക്ഷണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. 6ാം തവണയെന്ന് പറയുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത് കേട്ടോ. ഒരിക്കൽ പോലും ഒരു ഷോട്ടിലും ഒരു സിനിമയിലും ഒരു അവാർഡ് മുന്നിൽ കണ്ടുകൊണ്ട് അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയാൽ സന്തോഷം എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ പുരസ്കാരം നേടുമ്പോൾ സംസ്ഥാന അവാർഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമല്ലാതെ മഴവിൽക്കാവടി എന്ന സിനിമയിൽ 5ഓ 6ഓ സീനുള്ള ഒരു കഥാപാത്രം കൂടെ അതിന് ആ അവാർഡിൽ ഉൾപ്പെട്ടിരുന്നു. വർത്തമാനകാലം എന്നൊരു സിനിമയും മഴവിൽക്കാവടി. അപ്പോൾ ഒരു മൂന്നാംകിട കച്ചവട സിനിമയെന്ന് സാധാരണ അന്നത്തെ വളരെ എന്താ പറയുക ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകർ പറയുന്ന വാക്കുകൾ അത്തരം സിനിമകളിലാണ് ഈ കുട്ടിക്ക് അഭിനയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് അവാർഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ വാല്യൂ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ വേദി നിൽക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത. ഒപ്പം എൻ്റെ അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്ത പാർവതി തിരുവോത്തിനും എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.